ഉത്തര മലബാറിന്റെ ശിക്ഷാരക്ഷകരായ തെയ്യക്കോലങ്ങളുടെ കഥ. വാമൊഴിയായും വരമൊഴിയായും നമുക്ക് പകർന്നു കിട്ടിയ പുരാവർത്തങ്ങൾക്കും അപ്പുറം കോലക്കാരന്റെ ജീവിത തീഷ്ണതയുള്ളൊരു കഥ. അതെ, നാടകത്തിന്റെ ശക്തി സൗന്ദര്യങ്ങൾ വീണ്ടെടുക്കണമെന്ന ശാഠ്യത്തോടെ പ്രേക്ഷക മനസ്സെന്ന തൂശനിലയിൽ അരിയും തിരിയും കുറിയുമടങ്ങുന്ന സമ്മതപത്രം ഏറ്റുവാങ്ങി കലയുടെ ഈ തിരുമുറ്റത്ത് ഞങ്ങൾ ഒരു കനലാട്ടത്തിനൊരുങ്ങുന്നു. അനുഗ്രഹിച്ചാൽ. നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. മാർച്ച് 27 ലോക നാടക ദിനം. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഒരു നാടക ക്യാമ്പിലാണ്. ഒരു നാട് നാടകത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയാണ്. അങ്ങനെയുള്ള മനോഹരമായ ഒരു നാട്ടിലെ നാടക വിശേഷങ്ങളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ശാരീരികവും മാനസികവും സാമൂഹികമായിട്ടുള്ള പശ്ചാത്തലങ്ങൾ കൃത്യമായി പഠിക്കണം. എന്നിട്ടായിരിക്കണം ആ കഥാപാത്രങ്ങൾ നമ്മൾ പഠിക്കേണ്ടത്. എങ്ങനെയാണ് കഥാപാത്രം അവതരിപ്പിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്നിട്ട് ഒരു കഥാപാത്രത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ നേരെ ഒട്ടത്തിന്റെ അഭിനയിക്കല്ലോ. ഒരു കഥാപാത്രത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ എങ്ങനെയാണ്, അതായത് ഇപ്പൊ നമ്മൾ കുഷ്ഠരോഗി എന്ന് പറയുമ്പോൾ ആ കുഷ്ഠരോഗിയുടെ സമൂഹത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം എന്താണ്, സാമ്പത്തികമായിട്ട് അദ്ദേഹത്തിന്റെ പൊസിഷൻ എന്താണ്, അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കഥാപാത്രത്തെ മനസ്സിലാക്കൂ. നമസ്കാരം. ലോക നാടക ദിനാശംസകൾ. എല്ലാവർക്കും. പാനൂരിനടുത്ത് ഒരു ഗ്രാമം നാടകത്തെ സ്നേഹിക്കുകയും നാട്ടുകാരെല്ലാം കൂടി ഒരു നാടകം കളിക്കുന്നതും വിശേഷം അറിഞ്ഞിട്ട് വന്നതാണ്. പെരുമലയത്തിന്റെ ഈ സെറ്റിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അതായത് നാടകമായിട്ട് ബന്ധമില്ലാത്ത കുറേ ആൾക്കാരാണ്. നാടകമായിട്ട് ബന്ധമുള്ള വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും നാടകകാരിയാർ ബന്ധമില്ല. അവർ ഈ ഗ്രാമത്തിൽ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഗ്രാമം എന്ന് ഈ നാടകം എന്ന് പറയുന്നത് ഈ വട്ടത്തിൽ, ഈ ചുറ്റുവട്ടത്തിൽ വട്ടത്തിലുള്ള കുറേ വീടുകളിലുള്ള കുറേ ചെറുപ്പക്കാരും അതുപോലെ ചെറുപ്പക്കാരികളും ചേർന്നിട്ടാണ് ഈ നാടകം കളിക്കുന്നത്. അവർ ജീവിതത്തിൻ്റെ നാനാ തുറകളിലുള്ള ആൾക്കാർ ഇതിനകത്തുണ്ട്. അവരങ്ങനെ വെച്ചിട്ട് അവൻ്റെ ഓരോ കഥാപാത്രങ്ങളെ എങ്ങനെയാണ് ഈ ഹൗ ടു എന്താ പറയുക, മോൾഡ് ക്യാരക്ടർ. ഒരു ക്യാരക്ടർ എങ്ങനെ മോൾഡ് ചെയ്യാൻ പറ്റുന്നത്, അവർ കഥാപാത്രത്തെ എങ്ങനെ ഹൗ ടു ബി എ ക്യാരക്ടർ, അവർ കഥാപാത്രമായിട്ട് മാറുന്നത് എങ്ങനെയാണ്, അത് കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടാണ് നമ്മൾ ഈ കഥാപാത്രത്തിലേക്ക് പോകുന്നത്. അതായത് റിഹേഴ്സലിനെ വന്നുള്ളൂ. നമ്മൾ ആദ്യം കഥാപാത്രത്തെ പഠിക്കണം. മലയാള നാടകവേദി പ്രതീക്ഷയുടെ പാതയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? നാട്ടുപുറങ്ങളിൽ നാടകങ്ങൾ ഉണ്ടാകുന്നു, നല്ല പ്രേക്ഷകർ ഉണ്ടാകുന്നു, നല്ല വേദികൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഏറ്റവും നല്ല സന്തോഷകരമായ കാര്യമാണ്. എങ്ങനെയാണ് ഈ നാടക ദിനത്തിൽ അത്തരം പ്രവർത്തനങ്ങളെ കാണുന്നത്? അതായത് ഇപ്പൊ പലരും നാടകം മരിച്ചുകൊണ്ടിരിക്കുന്നവർ, മരണം ഉണ്ടാവില്ലായിരിക്കും. നാടകം ഇങ്ങനെ പുനർജീവിച്ചോണ്ട് ഇപ്പൊ ഒറ്റയാൾ നാടകവും രണ്ടാൾ നാടകങ്ങൾ ഇപ്പൊ വാണുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിൽ. അപ്പൊ നാടകം ഒരിക്കലും മരിക്കുന്നില്ല. പക്ഷെ നാടകത്തിന് താല്പര്യം കൂടി വരുന്നുണ്ട്. പക്ഷെ നാടകത്തിന് കളിക്കാൻ ഇടങ്ങൾ വളരെ കുറവാണ്. അമ്പലപ്പറമ്പുകളില്ലാതെ ഫൈനാൻസ് സൊസൈറ്റികളൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇപ്പം നാടകത്തിൽ പരീക്ഷണങ്ങൾ നടത്താൻ പോലും നമുക്ക് പറ്റാത്ത അവസ്ഥയുള്ളത്. നല്ല നാടകങ്ങളിൽ സ്നേഹിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. അപ്പം നമ്മളെന്ന് വെച്ചാൽ നമുക്ക് ഈ ഗ്രാമത്തിന് പറ്റുന്ന നാടകം ഏതാണ്? അതുകൊണ്ടാണ് ഈ പെരുമലി എന്നുള്ള നാടകം സെലക്ട് ചെയ്യാൻ കാരണം. അതായത് ജീവിതഗന്ധിയായിട്ടുള്ള ഒരു കഥയാണ്. അതായത് മലയ സമുദായം, നമുക്ക് പറയാൻ പാടില്ലെങ്കിൽ സമുദായത്തെ പറ്റി പറയാൻ പാടില്ലെങ്കിൽ മലയ സമുദായത്തിൽ, അതായത് തെയ്യം കിട്ടുന്ന കലാകാരന്മാരുടെ സമുദായമാണ് മലയ സമുദായം. ആ മലയ സമുദായത്തിൽ ഉണ്ടായിട്ടുള്ള അവരുടെ കഷ്ടപ്പാടുകൾ, ഒരു തെയ്യവും അതിൻ്റെ അനുബന്ധമായിട്ട് വരുന്ന ഒരുപാട് പ്രശ്നങ്ങളും, അതായത് വരേണ്യവർഗം എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഉയർന്ന ജാതിക്കാർ ഒരു പണ്ട് കാലഘട്ടങ്ങളിൽ അടയ്ക്കുവാണിരുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതി നമുക്കുണ്ടായിരുന്നു. ആ വ്യവസ്ഥിതിക്കെതിരായിട്ടാണ് നമ്മൾ ഈ നാടകം കളിക്കുന്നത്. ജീവൻ സാജിന്റെ മനോഹരമായ സ്ക്രിപ്റ്റ്, നല്ല സ്ക്രിപ്റ്റ്, വളരെ ജീവിതഗന്ധിയായിട്ടുള്ള. അത് മാത്രമല്ല ഒരുപാട് ഓർമ്മകളും ഉണ്ട്. അശോക് മധുരൂരിനെ പോലെയുള്ള പ്രതിഭാധനരായ കലാകാരന്മാരെ ഓർക്കുക കൂടിയാണ് ഈ നാടകം ഞങ്ങൾ സമർപ്പിക്കുന്ന അശോകന് വേണ്ടിയിട്ടാണ്. അശോകനാണ് ഈ നാടകം ആദ്യം സംവിധാനം ചെയ്തത്. അതിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പിന്നീട് അതുകൊണ്ടാണ് ഈ നാടകം എടുത്തത്. അശോകന്റെ പേരിൽ, അശോകന്റെ ഓർമ്മകൾക്ക് മുന്നിലാണ് ഞങ്ങൾ ഈ നാടകം അവതരിപ്പിക്കുന്നത്. ഈ നാടകക്കാർക്ക് ഒരു വല്ലാത്ത ആത്മബന്ധവും, നഷ്ടപ്പെട്ടവരാരും ജീവിച്ചിരുന്നവരോടൊക്കെ ചേർത്ത് പിടിക്കുന്ന അല്ലെ, വിയർപ്പിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംസ്കാരം, അത് നാടകക്കാരന്റെ ഒരു അത്താഴത്തിന്റെയും ഒരു വല്ലാത്തൊരു സുഗന്ധമുണ്ട് അതിന്. അശോകന്റെ ഒക്കെ ഓർമ്മകൾ ഇവിടെയൊക്കെ ഉണ്ട്. എല്ലാ നാടക സ്ഥലങ്ങളിലും ഇത്തരം കൂട്ടായ്മകളിലും ഇത്തരം ആളുകൾ കൂടുന്നിടയ്ക്കും നാടകത്തിന്റെ മൂന്നാമത്തെ സൈറൻ മുഴങ്ങുന്നിടയ്ക്കും ഒക്കെ നാടകക്കാരുടെ ഒരു ബ്ലെസ്സിങ്സ് എവിടെയൊക്കെയോ നിൽക്കുന്നുണ്ട്. കൂട് തുറന്നു വിട്ടാല് കോഴികൾ അടുത്തറപ്പത്തോട്ട് വരുന്ന പോലെ ഇങ്ങനെ വരുന്നത് ഈന അല്ലേ? ഒരു കളയമ്മ എടാ, നാട്ടാറ് പറയുന്ന പോലെ മണ്ണും പെണ്ണും ഒരു ലഹരിയാന്ന് അനക്കിപ്പോ മനസ്സിലായടാ നായേ. എന്തിനാടാ സത്യം പറയാൻ എനിക്ക് ഇത്ര ചെടിപ്പ്? ആ വാഴത്തെ കൂതിച്ചിട്ട് മതിയായിട്ടല്ലടാ എന്റെ മോളെ മേത്ത് കൈവച്ച്.
അതേപോലെ ഞാൻ ഒറ്റക്കോലത്തിന്റെ മൂലമന്ത്രം ചൊല്ലി വ്രതമിരിക്കുമ്പോ ഇവിടെ ഇവിടെ എന്താ സംഭവിച്ചത്? എടാ അത് ഞാൻ പറയണ്ട. ഈ പേരിച്ച് മുക്കിന്റെ നെറികെട്ട നാവ് പുലമ്പ പോലെ ഏട്ടന് മണ്ണും പെണ്ണും ഒരു ലഹരിയായിരുന്നു. എന്താ എന്താ അവിടെ മാറിക്ക്. ഞാൻ സുഭാഷ്. ഈ നാടകത്തിൽ എന്താ ചെയ്യുന്നത്? ഞാൻ നാടകത്തില് ഒരു ആശാരിയുടെ കേശവനാശ്. ഈ കഥയുടെ സൂത്രധാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട എല്ലാ രംഗങ്ങളിലൂടെയും കടന്നു പോകുന്ന, അല്ലെ, എല്ലാ മുഹൂർത്തങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ട്, എല്ലാ സംഭവങ്ങളെയും കണക്ട് ചെയ്യുന്നുണ്ട്. അതെ. എങ്ങനെയാണ് ഈ നാടകത്തിൽ രാജേന്ദ്രനായിട്ട് പഠിപ്പിച്ചു തരുമ്പോൾ ആ കഥാപാത്രത്തെ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്? അദ്ദേഹം പഠിപ്പിച്ചു തരുന്ന രീതി, അങ്ങ് ബേസിക് ഒരു അധ്യാപകനാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞു തരുന്നത് ഉൾക്കൊണ്ടിരുന്നെങ്കിൽ നല്ലൊരു കഥാപാത്രമായതിന്. അയാളുടെ സംതൃപ്തിക്കനുസരിച്ച് കുറെ നാടകമായില്ലേ ഇപ്പൊ? വളർന്നു വരാൻ ഒരുപാട് പാടാണ്, എന്നാലും ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ ഗ്രാമികത്തിന്റെ എത്രാമത്തെ നാടകത്തിലാ? ഗ്രാമികത്തിന്റെ 5ാമത് നാടകമാണിത്. അപ്പൊ കുഴപ്പമില്ലാണ്ട് പോകുന്നു, വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്തിട്ട് പോകുന്നുണ്ടായിരുന്നു. സന്തോഷം അല്ലേ? അത് ശരിയാ, ഒരുപാട് നന്നായിട്ട് ഞാൻ സാധാരണ കുറ്റിയിടാറുള്ളതാ. അത് ഈ നാട്ടുകാരെ എന്റെ കുറ്റീനെ പറ്റി സമ്മതിക്കില്ലെങ്കിലും ഈ എന്റെ ആശാരി പ്രധാനപ്പെട്ട റോൾ ചെയ്യുകയാണ് ബാങ്ക് ഉദ്യോഗസ്ഥൻ കൂടിയായ അരവേട്ടൻ. അരവേട്ട, നാടകത്തിൽ എന്താണ് വേഷം? നാടകത്തില് ദിനേശൻ എന്ന കഥാപാത്രമാണ് അവതരിപ്പിക്കുന്നത്. ഒരു നായക പ്രാധാന്യമുള്ള കഥാപാത്രമാണ്. ഒപ്പം ഒരുപാട് മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്, അല്ലെ? വില്ലനായും നായകനായും ഒരേ സമയം നിൽക്കേണ്ടി വരുന്നുണ്ട്. ജനങ്ങളുടെ ചീത്ത കേൾക്കാനും സന്തോഷം വാങ്ങാനും ഒക്കെ കഴിവുള്ള ഒരു കഥാപാത്രം. എങ്ങനെയുണ്ട് അഭിനയിക്കുമ്പോൾ? ഈ രീതിയിൽ ഇപ്പോൾ അതിന്റെ സംവിധായകൻ രാജേന്ദ്രേട്ടനാണ് അതിന്റെ പൂർണ്ണ എന്താ പറയാ അങ്ങനെ ആക്കി തീർത്തത്. ഈ നാടകമായിട്ട് വലിയ ബന്ധമില്ലാത്ത ആളുകളാണ്. പണ്ട് സ്കൂളിലെ നാടകങ്ങളിൽ കളിച്ച ഒരു ബന്ധം മാത്രം, 40 കൊല്ലം മുമ്പിട്ട് കളിച്ച ബന്ധം മാത്രമേ. ഗ്രാമികം വന്നതിന് ശേഷമാണ് മുമ്പിട്ട് ചെറിയ കഥാപാത്രങ്ങൾ മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ നമ്മുടെ നാടകം അമ്മ വീട് എന്ന് പറഞ്ഞൊരു നാടകം രാജേന്ദ്രൻ താഴെ തന്നെ അത് ചെയ്ത ഇല്ലെന്നാണ് നമ്മൾ കൂടുതൽ ഈ ഒരു കുറച്ച് പ്രൊഫഷണൽ ടച്ചുള്ള ഒരു നാടകം എന്ന രീതിയിൽ പൂർണ്ണമായും അത് നമ്മുടെ ആ രീതിയിൽ ആക്കി തീർത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ക്രെഡിറ്റും അതിന്റെ സംവിധായകനായിട്ടുള്ള രാജേന്ദ്രനാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയുണ്ട് നാടകം? നല്ലതാണ്. അതെയോ? എത്രാമത്തെ നാടകം ഇത്? ഇത് പെരുമല 8ാമത്തെ നാടകമായി. അപ്പൊ വളരെ ചെറുപ്പത്തിലെ നാടകത്തിലുണ്ട്. സ്കൂളിലൊക്കെ കളി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിപ്പോ ഇവിടെ നമ്മുടെ നാട്ടിന്റെ ഒരു ഈ പെരുമലയിലെ നായികയാണ്. നായിക എന്ന് പറയാൻ പറ്റില്ല, അത് നായികയാണ്. പെരുമലയിലെ നാടകം കണ്ട ആളുകൾ പെരുമലയിലെ നായികയാണ്. എങ്ങനെയുണ്ട് അഭിനയിക്കുന്നത്? വളരെ നല്ലതാണ്. പക്ഷെ ഞാൻ ഒട്ടും അങ്ങനെ വലിയ ബേസ് ഇല്ലാത്ത ഒരാളാണ് നാടകത്തില്. പക്ഷെ സാർ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് നല്ലൊരു 8ാമത്തെ സ്റ്റേജിലേക്ക് എത്തുമ്പോഴേക്ക് നമ്മൾ ഒരുപാട് ബെറ്റർ ആയി വരുന്നുണ്ട്. തുടക്കത്തിലുള്ള നാടകം പോലെയല്ല, ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് തന്നെ ചിലത് നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റുന്നുണ്ട്, ഇങ്ങനെയാണല്ലോ എന്ന് നമുക്ക് തന്നെ ഒരു വിലയിരുത്താൻ സാധിക്കും. ഉൾക്കൊണ്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ സന്തോഷം. കലാകാരന്മാർക്ക് സംശയം കാണും, വന്നോട്ടെ, സംശയം വന്നോട്ടെ. ഈ ചാമുണ്ടേശ്വരി ക്ഷേത്രം എഴുതാൻ പറഞ്ഞു. ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിന് എഴുതാൻ പറഞ്ഞു. ഈ ചാമുണ്ടക്ക് ഉണ്ട്, ചാമുണ്ടക്ക് ഉണ്ട്. അത് നമ്മൾ ഈ ചെണ്ടയുടെ ഉണ്ട് അല്ല. അപ്പൊ നിന്റെ മോദിയാണ് മനസ്സിലാവുന്നത്. ഒരു പ്രൊഫഷണൽ നാടക ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണോ? അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. എങ്കിലും രാജേന്ദ്രൻ തായട്ടിന്റെ തന്നെ നാടകം ഫസ്റ്റിലൊന്ന് അഭിനയിച്ചിന്. പിന്നെ അതുകൊണ്ട് എനിക്ക് കുറെ അയ്യര് മനസ്സിലാവും. അതുകൊണ്ട് അതാണ്. അപ്പൊ ഇവിടെ അത് ഇങ്ങനെ ചെയ്യാൻ പറ്റിയ ഇതില് 2 വേഷമുണ്ട്. ഒരു ചിരുത എന്നുള്ള 70 വയസ്സ് ഉള്ള ഒരാളും
90 വയസ്സുള്ള ഒരു മാതുത്തള്ള എന്ന് പറയുന്നത്. എന്ന ഒരു ക്യാരക്ടറും ചെയ്യുന്നുണ്ട്. പിന്നെ ഈ രണ്ട് വേഷങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസം ഒരേ സമയത്ത് ഒരേ സമയത്ത് രണ്ടും ചെയ്യുമ്പോൾ ഡ്രസ് ചേഞ്ചിന്റെ പ്രശ്നം അത് വേറെ വരുന്നുണ്ട്. ഉണ്ടാവും. പിന്നെ നമ്മളെ ഞാൻ ഇങ്ങനെയുള്ള ഒരു body language ബോഡി ഉണ്ടാവും. ലാംഗ്വേജിന്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. എങ്കിലും അത് അങ്ങനെ ചെയ്ത് നമ്മളെ കൊണ്ടാവുന്ന ആകുന്ന പോലെ ഞാൻ ചെയ്ത്. അല്ലേ? നന്നായിട്ടുണ്ട്. ഓക്കെ, അടുത്ത് ഈ നാടകത്തിൽ ടോട്ടൽ എത്ര വേഷം ചെയ്തിട്ടുണ്ട്? അങ്ങനെ ചോദിച്ചാൽ 2-3 വേഷങ്ങളോളം 3 മൂന്ന്. അത്രയും ഞാൻ തന്നെ ഒരുപാട് ഏരിയയിലോ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് സീൻ കണ്ടിട്ടുണ്ട്, സെക്കൻഡ് സീൻ കണ്ടിട്ടുണ്ട്, പിന്നെ തമിഴ്നാട്ടിൽ വന്നിട്ടുണ്ട്, കർണാടകനായിട്ട് വന്നിട്ടുണ്ട്. ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് അതിൻ്റെ അകത്തൊരു പെയിന്ററായിട്ട് അഭിനയിച്ചൊരു കഥാപാത്രമാണ്. പക്ഷെ നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടത് കൊടകനായിട്ട് അഭിനയിച്ചത്. അതുകൊണ്ട് അങ്ങനെ ഒരു കഥാപാത്രം കൂടി ഉണ്ട്. ഞാൻ ശരിക്കും കോടിയേരിക്കാരനാണ്. യാദൃശ്ചികമായിട്ടാണ് ഇവിടെ എത്തിയത്. രാജേന്ദ്രൻ നായാട്ട് എന്ന മഹാപ്രതിഭന്റെ കൂടെ അഭിനയിക്കാനും ഒപ്പം നിൽക്കാനും കഴിഞ്ഞു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യം. അതിലപ്പുറം സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് വന്ന ഒരു മനുഷ്യൻ തന്റെ നാട്ടിലെ നാടകങ്ങളെ സ്നേഹിക്കുകയും നാടകത്തെ ഉണ്ടാക്കാനും ശ്രമിച്ചതിന്റെ അതിന്റെ ഫലമാണ് ഇവിടെ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെ? ഇത്തരം വലിയൊരു പ്രതിഭയുടെ കൂടെ നിൽക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ പിന്നെ അതിലപ്പുറം വേറൊന്നും ആവശ്യമില്ല. അത്രയാണ് ഞാൻ മനസ്സിലാക്കിയത്. അതോ തായാട്ടിന്റെ ഒരു പാരമ്പര്യം, തായാട്ടിന്റെ പാരമ്പര്യം കൊണ്ട് തുടങ്ങുവാണ്. ഒരുപാട് കേട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ നേരിട്ട് മനസ്സിലാക്കി അതിനെ എങ്ങനെയാവണം, എങ്ങനെയാ ചെയ്യണം എന്നൊക്കെ കാണിച്ചു തരുന്ന കൂട്ടത്തിൽ ഇത്രയും കഴിവ്. എത്ര നാടകങ്ങൾ അഭിനയിച്ചു? ഞാൻ ഏകദേശം 9 നാടകത്തോളം ചെയ്തിട്ടുണ്ട്. വ്യത്യസ്തമായ കലാസമിതികളെ കൂടെ കളിച്ചിട്ടുണ്ടല്ലേ? എങ്ങനെയുണ്ട് വില്ലാസോ തന്നെയല്ലേ? വളരെ സൗകര്യം. എങ്ങനെയുണ്ട് നാടക അഭിനയമൊക്കെ? നാടകങ്ങളോ കുഴപ്പമില്ല. എങ്ങനെയുണ്ട് ഈ നാടക പെരുമലയല്ലേ? പെരുമലയില് എന്റെ കഥാപാത്രം ഒരു വില്ലനാണ്. വില്ലൻ എന്ന് പറഞ്ഞ അതിനാണ് ഈ മുടി വളർത്തിയ മുടി വളർന്നതാ, അതിനു വേണ്ടി വളർത്തിയല്ല. വില്ലൻ എന്ന് പറഞ്ഞ ഒരുതരം ഒരു സൈക്കോ ക്രിമിനൽ, അത്തരത്തിലുള്ള ഒരു ക്രിമിനലാണ്. അപ്പൊ അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല, ജീവിക്കായിരിക്കും. അയ്യോ, ഞാൻ ലുക്ക് മാത്രമേ ഉള്ളൂ. കഥാപാത്രം എന്ന് പറഞ്ഞാല് ചെറിയ കഥാപാത്രമാണ്, പക്ഷെ വലിയ കഥാപാത്രം. ഇത് തന്റെ ചേട്ടനോടുള്ള വാശി വൈരാഗ്യം തീർക്കുക. മറ്റ് കഥാപാത്രം, അതായത് മറ്റ് ഈ കോലക്കാര കൊന്നുകൊണ്ട് വേട്ടനോട് പ്രതികാരം ചെയ്യുന്ന ഒരു കഥാപാത്രം. വേട്ടനോടുള്ള വാശി തീർക്കുന്നത് മറ്റുള്ളവരെ കൊന്നിട്ടാണ്. ആടെയാണ് സൈക്കോ ക്രിമിനൽ. ഈ നാടകം തുടങ്ങുന്നത് മുതൽ ആ വില്ലന്റെ പ്രവേശനത്തിന് വേണ്ടി ആൾക്കാർ ഇങ്ങനെ കാത്തു ലാസ്റ്റ് എനിക്ക് പോലും പിടുത്തം കിട്ടുന്ന ഒരവസ്ഥയിൽ എത്തി. പെരുമലയൻ അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഓക്കെ, എല്ലാവരും ആശംസകൾ. ഭരതൻ, വാ, നാടകത്തിലെ പ്രധാനപ്പെട്ട വേഷമാണ്. എങ്ങനെയുണ്ട് ഭരതൻ? ഭരതൻ എന്ന് പറഞ്ഞാൽ ഒരു സ്നേഹമുള്ള കഥാപാത്രം, പക്ഷെ ആ സ്നേഹം കാണിക്കാൻ പറ്റുന്നില്ല. അത് ഒരു വില്ലത്തരത്തിലൂടെ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യൻ, പക്ഷെ അതൊരു മുഖംമൂടിയായിട്ട് സ്നേഹം മറക്കാൻ വേണ്ടി മറച്ചു വെച്ചുകൊണ്ട് വില്ലത്തരത്തിലെ മുഖംമൂടിയായിട്ട് കൊണ്ടുനടന്ന ഒരു മനുഷ്യൻ. എത്രാമത്തെ നാടകം ഇപ്പൊ? 10ാമത്തെ നാടകം. അത് മാത്രമല്ല, നിങ്ങൾ ഇതിന്റെ ആർട്ട് വർക്കും ഒക്കെ ചെയ്യുന്നില്ല, ചിത്രകാരൻ കൂടിയല്ലേ? ഉണ്ട്. ഈ നാടകത്തിന്റെ ആർട്ട് വർക്കെല്ലാം നിങ്ങളല്ലേ ചെയ്തത്? എങ്ങനെയുണ്ട് ഈ ആർട്ട് വർക്കിന്റെ പ്രവർത്തനം? ഇവരോട് ചോദിക്കാത്തൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാണല്ലോ. ആർട്ട് വർക്ക് പ്രത്യേകിച്ച് തെയ്യങ്ങളുമായി ബന്ധപ്പെട്ടതാകുമ്പോൾ, അതിന്റെ വീടുകൾ, അതിന്റെ ചമയങ്ങളാകുമ്പോൾ ഒരുപാട് റിസ്ക് ഉണ്ടല്ലോ ഉണ്ടാക്കാൻ. എങ്ങനെയാണ് ഇത് പഠിച്ചെടുക്കുന്നത്? പഠിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ സാധാരണ ഈ വർക്കുകൾ, ഇത്തരം വർക്കുകളും ചെയ്തുകൊണ്ടിരിക്കണം. നാട്ടിലും എല്ലാത്തിൻ്റെ വർക്കുകളും ചെയ്യുന്നുണ്ട്. സ്റ്റേജുകൾ തന്നെ കുറെ പ്രാവശ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനുള്ള എക്സ്പീരിയൻസിലൂടെ തന്നെ ഇതിൽ രാജേന്ദ്രേട്ടൻ്റെ ഉപദേശം കിട്ടുമ്പോൾ കുറെ ഐഡിയ ഉണ്ട്. ആ ഐഡിയയിലൂടെ ചെയ്യുമ്പോൾ അപ്പോൾ അത് കുറച്ചുകൂടി പെർഫെക്ഷൻ ആയിട്ടുണ്ട്. പിന്നെ അതിലൊരു തെയ്യം കിട്ടുന്ന ഒരു സീനുണ്ട്, അതാണ് ഏറ്റവും വെല്ലുവിളിയായിട്ടുള്ള ഒരു ഒറ്റക്കോല. അത് മറ്റുള്ളവരുടെ സഹായം ഇല്ലാണ്ട് ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഒരു തെയ്യം കെട്ടി സ്റ്റേജിൽ ഇറങ്ങി വരിക ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. ടൈമിംഗ്. അപ്പൊ അത് വേഷം തയ്യാറാക്കലും അത് ഭയങ്കരമായിട്ടുള്ള ഒരു കുറച്ച് പ്ലാനിങ് വേണ്ടി വരുന്നുണ്ട്. കാരണം എളുപ്പത്തിൽ 3-4 മണിക്കൂറുകൾ തെയ്യം കെട്ടി ഇറങ്ങുന്ന സാധനത്തിന് 2-3 മണിക്കൂറിലേക്ക് ചുരുക്കിയെടുക്കും. ഈ നാടകത്തിൽ ഏത് വേഷം ചെയ്യുന്നത്? ഭാനു എന്ന് പറയുന്ന കഥാപാത്രമാണ്. ഏതൊക്കെ വേഷങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്? കുറെ വേഷങ്ങൾ ചെയ്തോ? ഇല്ല, ഇതിനു മുന്നേ മാഷ് തന്നെ ഒരു നാടകത്തിലും കൂടെ അഭിനയിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് നാടകത്തോടുള്ള ഒരു താല്പര്യം? ഇഷ്ടം കുട്ടിയിൽ നമ്മൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത് മാഷ് നാടകം ഞാൻ ഇവിടുന്ന് കണ്ടിന്യൂ. അപ്പൊ അങ്ങനെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അഭിനയിക്കണം, പക്ഷെ അന്നും സാഹചര്യം പറ്റിയില്ല. ഇപ്പൊ സാധിച്ചു. അപ്പോൾ ഹാപ്പിയാണ്. മലയാള നാടകവേദി മാറ്റത്തിന്റെ പാതയിലാണ്. കാവാലം നാരായണപ്പണിക്കരെയും CL ജോസിനെയും പോലെയുള്ള പ്രതിഭാധനരായ നാടക പ്രവർത്തകർ ഈ മണ്ണിൽ വിത്ത് വിതറിയിട്ട പാതയിലൂടെ ഇന്നും സഞ്ചരിക്കുന്ന ഒരുപാട് നാടക കലാകാരന്മാരുണ്ട്. ഒന്നും നേടിയിട്ടില്ലെങ്കിലും സ്റ്റേജിൽ നിന്ന് സ്റ്റേജിലേക്ക് തൻ്റെ വികാരങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് കാണികളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരുപാട് നല്ല കലാകാരന്മാർ. അവരെ ഓർത്തുകൊണ്ട് ഇനിയും മലയാള നാടകവേദിയിലേക്ക് കടന്നു വരാൻ പോകുന്ന പുതിയ തലമുറയെ കൈപിടിച്ച് സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കട്ടെ. ക്യാമറമാൻ നിമൽ നരേന്ദ്രൻ്റെ കൂടെ RJ കൈലാസ്.